ശ്രീ ഷോൺ ജോർജ്, ഈ പണം വാങ്ങിയത് സേവനത്തിനാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖയും ഹാജരാക്കാൻ എക്സാലോജിക്കിന് സാധിച്ചില്ല എന്നാണല്ലോ ഈ ഒരു കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ നിർണായകമായ അന്വേഷണത്തിലേക്ക് നയിച്ച ROC റിപ്പോർട്ടിൽ പറയുന്നത്. താങ്കൾ ഈ ഒരു സംഭവത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? എന്റെ ആക്ഷേപം അത് തന്നെയാണല്ലോ. സേവനം ലഭിക്കാതെ പിണറായി വിജയന് കൊടുക്കേണ്ട പൈസ എക്സാലോജിക്ക് വഴി കൊടുത്തു എന്നുള്ളതാണല്ലോ എന്റെ ആക്ഷേപം, എന്റെ പരാതി. എന്റെ പരാതിയുടെ അടിസ്ഥാനത്തില് ബാംഗ്ലൂർ ROCക്കും കൊച്ചി ROCക്കും പ്രാഥമിക അന്വേഷണം സെക്ഷൻ 206 അനുസരിച്ച് ഒരു എൻക്വയറി തുടക്കത്തിൽ ഓർഡർ ചെയ്തിരുന്നു. ആ എൻക്വയറി റിപ്പോർട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന് വിചാരിക്കുന്നത്. എന്റെ കയ്യിൽ ആ കോപ്പി കിട്ടിയിട്ടില്ല. കാരണം ഞാനത് കോൾ ഫോർ ചെയ്യാൻ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ പറയുന്ന കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ താങ്കൾ. അപ്പൊ അങ്ങനെ ROC പ്രൈമറി എൻക്വയറി നടത്തിയിട്ട് അത് പ്രകാരം ഒരു റിപ്പോർട്ട് ഈ കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രിക്ക് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സെക്ഷൻ 210 അനുസരിച്ചുള്ള എൻക്വയറിക്ക് ഇപ്പോൾ ഓർഡർ ഇട്ടേക്കുന്നത് 3 ഓഫീസർമാരെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനകത്ത് വീണ വിജയന്റെ കമ്പനി ഒരു സേവനവും നടക്കിയിട്ടില്ല എന്ന് പകൽ പോലെ വ്യക്തമാണ്. കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. അതിന്മേൽ യാതൊരു അന്വേഷണവും നടന്നിട്ടില്ല എന്നുള്ളതാണ് എന്റെ പരാതി. അപ്പോൾ എന്റെ പരാതിയിന്മേൽ നടപടി ഉണ്ടാകുന്നു എന്ന് കാണുന്നതിലും ഇത്തരം റിപ്പോർട്ടുകൾ ജനസമക്ഷത്തെത്തി ജനങ്ങൾക്കും മുഴുവൻ ആളുകൾക്കും ഇതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുന്നു എന്ന് കാണുന്നതിൽ വേറെ സന്തോഷമുണ്ട്. കാരണം താങ്കൾ പറഞ്ഞിരുന്നേ കോടികൾ കട്ടവനൊരു മാങ്ങ കക്കുമ്പോഴാകും പിടിക്കപ്പെടുക, അത്തരമൊരു മാങ്ങയാണ് എക്സാലോജിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ സത്യം പുറത്തു വരുന്നു എന്നതിൽ ഒരു പരാതിക്കാരൻ നിലയിൽ താങ്കൾക്ക് ഈ ഒരു നിമിഷത്തിൽ എന്താണ് പങ്കുവയ്ക്കാനുള്ളത് എന്നുള്ളതാണ്. കാരണം ഇത് എക്സാലോജിക്കിന്റെ ഭാഗം കേൾക്കാതെയായിരുന്നു ഇത്തരത്തിലുള്ള നടപടികളൊക്കെ എന്നായിരുന്നല്ലോ മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞു വിടുന്നത്. മുഖ്യമന്ത്രിക്ക് ഇനി എന്ത് മറുപടി പറയാനാകും എന്നുള്ളത് കൂടി സംശയമുണ്ട്. പൊതുജനങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടാകുമല്ലോ. ഇന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുക എന്നുള്ളതാണല്ലോ കഴിഞ്ഞ കുറെ കാലമായി അദ്ദേഹം ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട്. ഇവിടെ ഇത് മാത്രമല്ല, ഇതിന് ഞാൻ ആവശ്യപ്പെട്ട SFI അന്വേഷണം വന്നാൽ ഏറെക്കുറെ ഈ എക്സാലോജി കമ്പനിയുമായി പണമിടപാട് നടത്തിയിട്ടുള്ള 8 പ്രമുഖ സ്ഥാപനങ്ങളുണ്ട്. ആ 8 സ്ഥാപനങ്ങൾക്കും ഒരു സോഫ്റ്റ്വെയറും എക്സാലോജി കമ്പനി കൊടുത്തിട്ടില്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു കോടികൾ കട്ടവൻ മാങ്ങ പറിക്കുമ്പോഴേക്കും പിടിക്കപ്പെടുന്നെന്ന് പറഞ്ഞ പോലെ ഇതുവരെ വെട്ട കോടികൾക്ക് പലതിനും തെളിവില്ലായിരുന്നു. ഇവിടെ നമ്മുടെ ഇതിനു മുമ്പ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിശദീകരിച്ച പോലെ 2 കമ്പനികൾ തമ്മിൽ നടക്കുന്ന ഇടപാട്. പക്ഷെ ഇവിടെ അവർക്കൊരു അബദ്ധം പറ്റിയത് CMRL ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി, അത് മാത്രമല്ല KSIDC ഒരു പൊതുമേഖലാ സ്ഥാപനമായി എന്നുള്ളതാണ് ഇവിടെ അവർക്ക് പറ്റി. മാത്രമല്ല ഇവർ എല്ലാ ട്രാൻസാക്ഷൻസും ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിൽ ഇതിനകത്ത് കൃത്യമായി പരാമർശം വന്നു. മാത്രമല്ല PCITയുടെ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് കൊച്ചി, അവരുടെ കയ്യിൽ ഒരു റിപ്പോർട്ട് ഇരിപ്പുണ്ട്. നിങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ കേരളത്തെ ഒത്തിരി രാഷ്ട്രീയ നേതാക്കൾ അതിന്റെ പേരിൽ റോഡിൽ ഇറങ്ങാൻ മേലാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പൊ ഈ പുറത്തു വരുന്നതൊക്കെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്, അങ്ങനെ അതൊരു ക്ലിഷേ മാത്രമായി പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് അല്ലേ? പുറത്തു വരുന്ന തുക മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. 1,72,00,000 എന്ന് പറയുന്നത് മഞ്ഞുമലയുടെ ഇങ്ങേ അറ്റമാണ്. അത് രേഖകളുള്ളത് 1,72 ഉള്ളൂ. ഞാൻ പറഞ്ഞ മാങ്ങ എന്ന് പറയുന്നതാണ് ശരിക്കും 1,72. ബാക്കിയുള്ള എവിടെയല്ലേ? കേരളത്തിന്റെ ഗൾഫ് രാജ്യങ്ങളിൽ പെട്രോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കേരളത്തിന്റെ തീരദേശത്തെ കരിമണൽ. ആ കരിമണൽ വ്യവസായികൾക്ക്, ഈ കരിമണൽ കർത്തയെ പോലെയുള്ള വ്യവസായികൾക്ക് ചൂഷണം ചെയ്യാൻ വിറ്റുകൊടുത്തതിന്റെ ഫലമാണ് ഇന്നത്തെ കേരളത്തിലെ ചെറുപ്പക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കരിമണലിൽ 12ഓളം മിനറൽസ് ഉണ്ട്, 12 ടൈപ്പ് മിനറൽസ് ഉണ്ട്. അതിവിടെ പ്രോസസ് ചെയ്യാനോ അത് പ്രോസസ് ചെയ്യാനുള്ള കമ്പനികൾ നമുക്ക് പൊതുമേഖലയിൽ തന്നെ തുടങ്ങാൻ കഴിയും. അതൊന്നുമില്ലാതെ കേന്ദ്ര സർക്കാരിന്റെ 2019 ഇത്തരത്തിലുള്ള ഖനനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കല്ലാതെ നടത്താൻ പാടില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ കർശന ഉത്തരവുണ്ടായിട്ട് പോലും അതിനെ പ്രളയത്തിന്റെ മറവിൽ തോട്ടപ്പള്ളി സ്പിൽവേയിൽ മണലടിയുന്നു, അതിന്റെ പേരിൽ പ്രളയം ഉണ്ടാകുമെന്ന് പറഞ്ഞ് വളരെ നിസ്സാരമായ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു ഓർഡറിന്റെ പേരിൽ 52 ലക്ഷം മെട്രിക് ടൺ, ഒന്നും ചെറുതല്ല, 52 ലക്ഷം മെട്രിക് ടൺ കരിമണൽ ഇവിടുന്ന് കടത്തിയിരിക്കുന്നു. അതിന്റെ വാല്യുവേഷൻ ഇന്റർനാഷണൽ മാർക്കറ്റിൽ 40,000 കോടി രൂപയധികം വരും. അപ്പൊ എത്ര രൂപ കമ്മീഷൻ കിട്ടിയെന്ന് ഏറെക്കുറെ ഒന്ന് ആലോചിച്ചാൽ മതി.
വ്യക്തമാണ്. ശ്രീ ഷോൺ ജോർജ് ഒറ്റക്കാര്യങ്ങടി PV പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളത് കുറച്ചുകൂടി വ്യക്തമാകാൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്നാണോ അപ്പോൾ? ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിന്റെ പേജ് 51 സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് വായിച്ചാൽ അത് ആർക്കും ഇപ്പൊ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയ ഒരു കാര്യമാണ്. പേജ് 51 സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് വായിച്ചാൽ മതി. അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ട് ഒരു സേവനം ഇവർക്ക് കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇവർക്ക് കൊടുത്തിട്ടുള്ള പണം ഇവരുമായി ബന്ധപ്പെട്ട പ്രൊമിനന്റ് പേഴ്സണ് വേണ്ടി കൈപ്പറ്റിയിട്ടുള്ളതാണ് എന്ന് ഒരു ജുഡീഷ്യൽ ബോഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ.